ഹേ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മളിൽ പലർക്കും കുറേ സ്വപ്നങ്ങളുണ്ട്, കുറേ ആഗ്രഹങ്ങളുണ്ട്. പെട്ടെന്ന് ലൈഫ് സെറ്റിലാകണം, ഒരുപാട് പണം ഉണ്ടാക്കണം, ടെൻഷനില്ലാത്ത ജീവിതം വേണമെന്നൊക്കെ. പക്ഷേ ഒരു ചോദ്യം, ഷോർട്ട് കട്ട് കൊണ്ട് അല്ലെങ്കിൽ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സക്സസ് അത് എത്ര കാലമാണ് നിലനിൽക്കുക? ഇന്ന് സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ തന്നെ പലരും അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ ലൈഫ് സെറ്റിലാകുന്നതും ലക്ഷറി ലൈഫ് ജീവിക്കുന്നതും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് കാണുമ്പോൾ നമ്മുടെ ലൈഫ് ഒരു യൂസ്ലെസ് പോലെ തോന്നും. പക്ഷേ ട്രൂത്ത് എന്താണെന്നറിയാമോ? നമ്മൾ കാണുന്നത് അവരുടെ ഹൈലൈറ്റ് മാത്രമാണ്. ബിഹൈൻഡ് ദ സ്ട്രഗിൾസ് നമ്മൾ കാണുന്നില്ല. നിങ്ങളൊരു കാര്യം ഓർക്കുക, ഈസി മണി എല്ലാവർക്കും ഇഷ്ടമാണ്. അതായത് പെട്ടെന്നുണ്ടാക്കുന്ന പണം, അത് എല്ലാവരുടെയും ആഗ്രഹമാണ്. പക്ഷേ സ്ട്രോങ് ലൈഫ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് നല്ല പേഷ്യൻസ് വേണം. ഫോർ എക്സാമ്പിൾ, വർക്കൗട്ട് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു ഹെൽത്തി റുട്ടീൻ ശീലിക്കാതെ ഒരിക്കലും ഒരു ഹെൽത്തി ബോഡി നമുക്ക് കിട്ടില്ല. അതുപോലെ സ്റ്റുഡൻസിന് നല്ല മാർക്ക് ആവശ്യമുണ്ടായിരിക്കും, പക്ഷേ അവനൊരിക്കലും പഠിക്കാതെ അത് നേടാൻ വേണ്ടി സാധിക്കില്ല. അതേപോലെ തന്നെയാണ് ഹാർഡ് വർക്ക് ചെയ്യാതെ ഒരിക്കലും സക്സസ് കിട്ടില്ല. ലൈഫ് അങ്ങനെ തന്നെയാണ്. പലർക്കും മോട്ടിവേഷൻസ് കിട്ടുന്നുണ്ടാകും, പക്ഷേ അതിലൊരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. 2 ദിവസം അവർ ഫുള്ളി ഫോക്കസ്ഡ് ആയിരിക്കും, എന്നാൽ വീണ്ടും അതിനുശേഷം സെയിം പഴയ ഒരു റുട്ടീൻ തന്നെയായിരിക്കും അവർ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് പലർക്കും ഡ്രീംസ് ഉണ്ടെങ്കിലും ആ ഒരു റിസൾട്ടിലേക്ക് എത്താത്തത്. നീ ദിവസവും ചെറിയ എഫേർട്ടെങ്കിലും ഇടാൻ വേണ്ടി ശ്രമിക്കുക. ദിവസവും 10 മിനിറ്റ്സ് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യുക. കുറച്ച് റീഡിംഗ് ശീലിക്കുക. ഒരു സ്കില്ലെങ്കിലും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ട്രസ്റ്റ് മീ ഫ്രണ്ട്സ്, സ്മോൾ സ്റ്റെപ്സ് വലിയ മാറ്റമുണ്ടാക്കും. ഒരു ബാംബു ട്രീയുടെ സ്റ്റോറി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. വർഷങ്ങളോളം ആ ഒരു ബാംബു ട്രീയുടെ പുറത്തേക്കൊന്നും കാണില്ല, പക്ഷേ അതിൻ്റെ അകത്ത് റൂട്ട്സ് വളരുന്നുണ്ടാകാം. അതിനുശേഷം അത് പെട്ടെന്ന് ഉയരും, വളർന്നു തുടങ്ങും. നമ്മുടെ ലൈഫും അതുപോലെയാണ്. ഇപ്പോൾ റിസൾട്ട് കാണുന്നില്ലെന്ന് വെച്ച് അവിടെ ഗ്രോത്ത് ഉണ്ടാകുന്നില്ല എന്നതല്ല. നിനക്ക് ഇപ്പോൾ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാകാം. മണി പ്രോബ്ലംസ്, ഫാമിലി ഇഷ്യൂസ്, ഓവർ തിങ്കിങ്, കോൺഫിഡൻസ് ഇല്ലായ്മ എന്നിവയെല്ലാം ചിലപ്പോൾ നിനക്ക് ഫേസ് ചെയ്യേണ്ടി വരാം. പക്ഷേ ഇതൊന്നും പെർമനൻ്റ് അല്ല. ബാഡ് ചാപ്റ്റർ എന്നത് ബാഡ് ലൈഫ് എന്നതല്ല എന്ന് ഓർമ്മിക്കുക. ഒരു ഇമ്പോർട്ടൻറ്റ് ട്രൂത്ത് ഉണ്ട്. സക്സസ്ഫുൾ ആളുകൾക്ക് പോലും എല്ലാ ദിവസവും മോട്ടിവേഷൻസ് കിട്ടാറുണ്ടാവില്ല. പക്ഷേ അവരൊരിക്കലും അവരുടെ തളർച്ചയിൽ സ്റ്റോപ്പ് ചെയ്യില്ല. അവർ തളരുന്ന മൊമെൻറ്റ്സിലും അവർ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ടയേർഡായാലും ശ്രമിക്കും. അതാണ് ഡിഫറൻസ്. നമ്മളെല്ലാവരും ഫോൺ സ്ക്രോൾ ചെയ്യാൻ വേണ്ടി മണിക്കൂറുകൾ ചെലവഴിക്കാറുണ്ട്, പക്ഷേ സ്വന്തം ഫ്യൂച്ചറിന് വേണ്ടി മിനിറ്റുകൾ പോലും നമ്മൾ സ്പെൻഡ് ചെയ്യാറില്ല. പിന്നീട് ലൈഫ് മാറിയില്ലെന്ന് നമ്മൾ സ്വയം കംപ്ലൈൻറ്റ് ചെയ്യും. നിങ്ങൾ ഓർക്കേണ്ടത്, ഡിസിപ്ലിൻ ഇല്ലാതെ ഡ്രീംസ് ഒരിക്കലും വർക്ക് ചെയ്യില്ല. ഫെയിലർ വന്നാൽ പലരും കീഴ് ചെയ്തു പോകാറാണ് പതിവ്. പക്ഷേ ഫെയിലർ എന്നത് ഒരിക്കലും അവസാനമല്ല. ചെറിയ കുട്ടികൾ നടന്നു തുടങ്ങുമ്പോൾ ഒരുപാട് വീഴും. അതുകൊണ്ട് അവരൊരിക്കലും നിർത്തുന്നില്ല, അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ നമ്മൾ എന്തിന് നമ്മുടെ ഒരു ഫെയിലർ കൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റോപ്പ് ചെയ്യണം? ലൈഫ് എന്നത് ഒരു റേസിംഗ് അല്ല. ചിലർ പെട്ടെന്ന് വളരും, എന്നാൽ ചിലർ വളരെ പതുക്കെയായിരിക്കാം വളരുന്നുണ്ടാവുക. നിങ്ങൾ ഓർക്കേണ്ടത്, വൈകി വിടരുന്ന പൂക്കളും ഒരുപാട് ബ്യൂട്ടിഫുൾ തന്നെയാണ്. അതുകൊണ്ട് കമ്പാരിസൺ എന്നത് നിങ്ങൾ നിർത്തുക. ഒരു ദിവസം കൊണ്ട് പണക്കാരാകാൻ നോക്കുന്നതിനേക്കാൾ ഡെയിലി ലിറ്റിൽ ബെറ്റർ ആകാൻ നോക്കുന്നതാണ് നല്ലത്. അതാണ് റിയൽ സക്സസ്. ഈ ഒരു ടോക്ക് കേൾക്കുന്ന നീ ഇന്ന് തന്നെ ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുക. അടുത്ത 30 ഡേയ്സിലേക്കുള്ള നിന്റെ ഹാർഡ് വർക്ക്. അതിനായി നീ എക്സ്ക്യൂസസ് കുറയ്ക്കുക, കൺസിസ്റ്റൻസി കൂട്ടുക, ലൈറ്റ് നൈറ്റ് ഓവർ തിങ്കിങ് കുറയ്ക്കുക, ഫോൺ യൂസേജ് കൺട്രോൾ ചെയ്യുക, ഡെയിലി എന്തെങ്കിലും പുതിയൊരു നോളജ് ലേൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ട്രസ്റ്റ് മീ, ആ ഒരു 30 ഡേയ്സ് കഴിഞ്ഞാൽ നീ നിന്നെ തന്നെ തിരിച്ചറിയാൻ വേണ്ടി തുടങ്ങും. ഫ്രണ്ട്സ്, ഒരു ദിവസം കൊണ്ട് ലൈഫ് മാറണമെന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ ഓരോ ദിവസവും ഞാൻ കൂടുതൽ ഇംപ്രൂവ് ആകും എന്നൊരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുക. കാരണം റിയൽ സക്സസ് എന്നത് സ്ലോ ആയിട്ടാണ് വരുന്നത്. പക്ഷേ ആ ഒരു സക്സസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന് സ്റ്റെബിലിറ്റി ഉണ്ടാകും. സോ ഫ്രണ്ട്സ്, സീ യു അഗെയിൻ ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.